മലപ്പുറം ജില്ലയിൽ വൈറൽ ഹെപ്പറ്റൈറ്റിസ് രോഗം ബാധിച്ച 8 പേർ മരിച്ചതായി ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ആർ രേണുകയാണ് ഇക്കാര്യം അറിയിച്ചത്. നിലവിൽ 600 ആക്റ്റീവ് കേസുകളാണ് ജില്ലയിലുള്ളത്. ജനുവരി മുതൽ ഇതുവരെ മലപ്പുറം ജില്ലയിൽ 4000 പേർക്ക് മഞ്ഞപ്പിത്തം ബാധിച്ചതായി DMO വ്യക്തമാക്കി. ജില്ലയിൽ വൈറൽ ഹെപ്പറ്റൈറ്റിസ് രോഗവും അതുമൂലമുള്ള മരണങ്ങളും വർദ്ധിക്കുന്നതിനാൽ പൊതുജനങ്ങൾ കൂടുതൽ ജാഗ്രത പുലർത്തണമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ആർ രേണുക. നിലവിൽ 600 ആക്റ്റീവ് കേസുകളുണ്ടെന്നും രോഗലക്ഷണങ്ങൾ കണ്ടാൽ സ്വയം ചികിത്സിക്കുകയോ അശാസ്ത്രീയമായ ചികിത്സാ മാർഗങ്ങൾ സ്വീകരിക്കുകയോ ചെയ്യാതെ ഉടൻ തന്നെ ശാസ്ത്രീയമായ ചികിത്സ തേടണമെന്നും DMO വ്യക്തമാക്കി. ഹൗസ് ക്ലസ്റ്ററുകളാണ്. കാരണം എവിടെയെങ്കിലും ഒരു കുട്ടിക്ക് അസുഖം വരികയും അവർ വീട്ടിൽ വന്ന് മറ്റുള്ളവർക്ക് അസുഖം കൊടുക്കുന്ന രീതിയാണ് ഇപ്പോൾ കാണുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ അസുഖം വരുന്ന ഒരാൾ ചെയ്യേണ്ട കാര്യങ്ങളും മറ്റുള്ളവർക്ക് പകരാതിരിക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങളെ പറ്റിയുള്ള കൃത്യമായ നിർദ്ദേശങ്ങൾ ജനങ്ങളിലേക്ക് അവബോധം കൊടുക്കാനും അതേപോലെ കൃത്യമായ ചികിത്സ ശാസ്ത്രീയമായ ചികിത്സ തേടുന്നതിനും മഞ്ഞപ്പിത്തം കണ്ടാൽ ഉടനെ ഒറ്റമൂലിയുടെ പുറകെ പോകരുത് എന്നുള്ള ഇങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റി കൂടുതലായിട്ട് അവബോധം കൊടുക്കുക എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. പ്രദേശത്ത് രോഗപ്രതിരോധ നടപടികൾ ഊർജിതമാക്കിയിട്ടുണ്ടെന്നും തുടർ പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്തതായും DMO പറഞ്ഞു. അതുപോലെ നമ്മുടെ വാട്ടർ അതോറിറ്റിയും ജലനിധിയുമായി ചേർന്നുകൊണ്ട് ക്ലോറിനേഷൻ, അതേപോലെ നമ്മുടെ ആരോഗ്യ പ്രവർത്തകർ വീടുകളിലെ കിണറുകളിൽ ബ്ലീച്ചിങ് ചെയ്യാൻ വേണ്ടി, ക്ലോറിനേറ്റ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെയുള്ള നടപടികൾക്കൊക്കെ ഉള്ള കാര്യം പറഞ്ഞിട്ടുണ്ട്. സർവൈലൻസ് കൂട്ടാൻ പറഞ്ഞിട്ടുണ്ട്. ഹോട്ടൽ വ്യാപാരികൾ, വ്യവസായികൾ ഉണ്ടായിരുന്നു. അവരും ഈ പറഞ്ഞ കാര്യങ്ങളെപ്പറ്റിയെല്ലാം കൃത്യമായിട്ട് അവർക്കും കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്. ആ രീതിയിലുള്ള പ്രവർത്തനം നടത്തുകയാണെങ്കിൽ നമുക്കിത് അശാസ്ത്രീയ ചികിത്സാ മാർഗങ്ങൾ സ്വീകരിക്കുന്നത് പലപ്പോഴും രോഗിയുടെ ജീവന് തന്നെ ഭീഷണിയാകുമെന്നും ജില്ലാ മെഡിക്കൽ ഓഫീസർ അഭിപ്രായപ്പെടുന്നുണ്ട്. ജനം, മലപ്പുറം.